ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വാൻസുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിൽ സുലവസി എന്ന് പറഞ്ഞ പ്രൊവിൻസി, അതായത് സുലവസി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ കണ്ടാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ജോലിയുടെ കാര്യമായിട്ട് ഞാൻ കൂടുതൽ ഇവിടെയാണ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ ഉള്ള ജോലി ചെയ്യണതിൻ്റെ കമ്പനീൻ്റെ തൊട്ട് ഒരു 2-3 കിലോമീറ്റർ അപ്പുറം ഉള്ളൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ ജസ്റ്റ് വന്നതാണ്. ഈ പറഞ്ഞ പോലെ അത് ഈ ബീച്ചിൻ്റെ ഉള്ളിൽ, ഇവിടെയുള്ള മിക്ക സ്ഥലങ്ങളും അങ്ങനെയാണ്. ബീച്ചിൻ്റെ ഉള്ളിൽ ഈ ബ്രിഡ്ജ് ഇട്ടാക്കിയിട്ട് നമുക്ക് ബീച്ചിൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞാൻ ഫുള്ളൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു വീഡിയോ. ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, ഇപ്പോൾ ഈ കാണുന്നതൊക്കെ വീടാണ്. ഇതല്ല, ഇതിപ്പോൾ ചെറിയ കപ്പൽ ഉണ്ടാക്കിയിട്ടേക്കണതാണ് കണ്ടത്. അപ്പുറത്ത് കാണുന്നതൊക്കെ വീടാണ്. ഇപ്പോൾ ഈ വെള്ളം ഇറങ്ങിക്കെടുക്കുന്ന സമയമാണ്. ഇപ്പോൾ അതുകൊണ്ടൊക്കെ ഇപ്പോൾ അധികം വീടുകൾ കണ്ടില്ല. മുന്നൊക്കെ ഇവിടെ വന്നപ്പോൾ കണ്ടിരുന്നു. വെള്ളത്തിൻ്റെ ഉള്ളിലാണ് അവർ വീട് വെച്ചേക്കണം. അപ്പോൾ അവർക്ക് ഫിഷിങ്ങും പരിപാടികളും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുകയും ചെയ്യും. അവർ ജീവിതമാർഗം ഫിഷിങ് ആണ്. അവർ വീട് വെച്ചേക്കണം. ഇപ്പോൾ വെള്ളം ഇറങ്ങിയ സമയമായതുകൊണ്ട് നമുക്ക് അധികം ഫീൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ആ വീട്ടിലൊക്കെ വെള്ളം കയറിയിരിക്കണ കാണാം. അപ്പം നമ്മൾ ഈ കുട്ടാരം പോലത്തെ വീടൊക്കെ പണിയുമ്പോൾ ഇങ്ങനത്തെ വീടുകളൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു ഒരു വട്ടം ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ചെയ്യണം, നമ്മളെ നാട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ സൗഭാഗ്യങ്ങൾ നമുക്കപ്പം മനസ്സിലാവും. അപ്പോൾ എത്രത്തോളം ആൾക്കാർ എത്ര കഷ്ടപ്പെട്ട് ഇപ്പോൾ ഇതിലില്ല. ഞാനിതിൻ്റെ വേറെ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു തരും. ഇപ്പോൾ വെള്ളം ഇറങ്ങിക്കിടക്കണോണ്ട് അത് അറിയണില്ല. ഇതാ കാണുന്നതൊക്കെ വീടാണ്. അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ വെള്ളം വന്ന് കിടക്കും. അപ്പോൾ അതിൻ്റെ താഴെ നിന്ന് അവർ എന്നിട്ട് മീൻ പിടിക്കും. വീട്ടിൽ നിന്നുകൊണ്ട് മീൻ പിടിക്കും. താഴെ കടലല്ലേ, അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്കൊക്കെ നമ്മളൊക്കെ കിട്ടിയ ഭാഗ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ഇതുപോലൊക്കെ അത് കാണുമ്പോഴാണ് മനസ്സിലാവണം. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്തെന്നുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. ഞാൻ പറഞ്ഞില്ലേ, അടിപൊളി കാഴ്ചകൾ ഒരുപാട് ഉണ്ട്. ഇന്തോനേഷ്യയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കാണാനും പറയാനൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനോ കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ നിങ്ങളൊന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.